അപ്പോൾ ദേ ഗായ്സ് നമ്മളിപ്പോൾ ഗണപതി അമ്പലത്തിൽ വന്നിരിക്കുക കേട്ടോ. വേറൊന്നുമല്ല, ഉത്സവമാണ്. അപ്പോൾ ദാ നമ്മുടെ അമൃതയും സച്ചിനും എത്തിയിട്ടുണ്ട്. സച്ചിൻ്റെ കൂടെ സച്ചിൻ്റെ കൊച്ചുണ്ട് ഗായ്സ്. അപ്പോൾ നോക്കാം, ആൾ മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് നല്ല ലുക്കായിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ നേരെ ചെരുപ്പ് വയ്ക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ കണ്ടത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി. അപ്പം അതാ 5 ആനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെണ്ടകൊട്ടം മേളവും പീപ്പിയും എല്ലാമായിട്ട് അടിപൊളി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാണാൻ പറ്റുന്നുള്ളൂ ഗൈസ്. കണ്ടിട്ട് നോക്കിയിരിക്കണം, ഏറ്റവും ബാക്കിലായി പോയി. അപ്പം നമ്മളിങ്ങനെ സംസാരിക്കുകയാണ്. ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കാനുള്ള വഴിയാണ് ഞങ്ങൾ നോക്കുന്നത്. അങ്ങനെ നേരെ ഫ്രണ്ടിൽ പോയപ്പോഴാണ് ഗൈസ് നമ്മുടെ ആനയുടെ കാലിലുള്ള പാദസരം നോക്കി പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല രസമില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഞാനാണെങ്കിൽ നല്ല ധൈര്യശാലിയായിട്ടോ, ആനയുടെയൊക്കെ തൊട്ടടുത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ആന ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഓടി ആ സ്റ്റേജിൻ്റെ മണ്ടയിലേക്ക് അങ്ങോട്ട് ഇടക്കിടക്ക് ഓടി അങ്ങ് കയറാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ആനക്കുട്ടന്മാരൊക്കെ വലം ചുറ്റാൻ പോയിട്ട് നേരെ കൊണ്ടുവന്ന് അവിടെ കെട്ടിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ചക്കി അവിടെ നിൽക്കുന്നുണ്ടായി. ചക്കീനെ കണ്ടു, പിന്നെ നിത ചേച്ചിനെ കണ്ടു. അപ്രത്യക്ഷമായിട്ടാണ് ഗൈസ് നിത ചേച്ചിനെ കണ്ടത്. നിത ചേച്ചിയുടെ കുട്ടികളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ കടയിലേക്ക് പോയി. ഇത് കണ്ടു, കൊറോണ വൈറസ്. എനിക്ക് നല്ല രസം തോന്നിയിട്ടു. നല്ല രസമുണ്ട്, പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. നല്ല കളറൊക്കെ വന്നിട്ട് അടിപൊളി. പിന്നെ നമ്മൾ കഴിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ്. അങ്ങനെ ബജിക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ ആ ബജികളാണ് കേട്ടോ വാങ്ങിക്കഴിച്ചത്. ഞാൻ കോളിഫ്ലവർ ബജി വാങ്ങിച്ചു, കായ ബജി, മുളക് ബജി, അങ്ങനെ പലതും ചമ്മന്തി കൂട്ടി. എവിടെ പോയാലും ഫുഡ് മുഖ്യം ബിഗിലേ എന്ന് പറയണ പോലെ. അപ്പോൾ ഇതാ ഫർസാനയും ഇക്കാക്കയും നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ എല്ലാവരോടും ടാറ്റ പറഞ്ഞ് നമ്മുടെ അമ്മാടിക്കുട്ടൻ പോവുകയാണ്. ബായ്.